ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ സം 0 ആണ്, പ്രൊഡക്റ്റ് √5 ആണ്. ഹായ്, ഇന്നത്തെ വീഡിയോ പോളിനോമിയലിനെ കുറിച്ച്. CBSE 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പോളിനോമിയൽസ്. അപ്പോൾ പോളിനോമിയൽസ് ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ്, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് സൊല്യൂഷൻസ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓരോരോ വീഡിയോ ആയിട്ട് ഓരോ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. വീഡിയോ തുറന്ന് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് വിത്ത് ദ ഗിവൺ നമ്പേഴ്സ് ആസ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് സീറോസ് റെസ്പെക്റ്റീവ്ലി. എക്സസൈസ് 2.2ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നമുക്ക് P of x എന്ന പോളിനോമിയൽ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കണം. തന്നിരിക്കുന്നത് അതിൻ്റെ സീറോസിൻ്റെ, അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ്റെ സമ്മും പ്രോഡക്റ്റുമാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ അത് സൊല്യൂഷൻ എക്സിൻ്റെ വാല്യൂയിൽ സീറോസ് തന്നിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാം. ഇവിടെ ഇപ്പം സീറോസ് അല്ല തന്നിരിക്കുന്നത്, സീറോസിൻ്റെ സമ്മും പ്രോഡക്റ്റുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണക്കിൽ സമ്മും പ്രോഡക്റ്റും നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ സമ്മും പ്രോഡക്റ്റും തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ആ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ P of x എന്ന ഇക്വേഷൻ ഉണ്ടാക്കാൻ, അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ടാക്കാൻ നമുക്ക് സീറോസ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ സീറോസിൻ്റെ സമ്മും പ്രോഡക്റ്റും അറിയാമെങ്കിൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷൻ ഇതാണ്: x² മൈനസ് സം ഓഫ് സീറോസ്, സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. അത് ഈക്വൽ ടു x² മൈനസ് സം ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സമ്മ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. ആൽഫയും ബീറ്റയാണ് നമ്മുടെ സീറോസ് എന്ന് വിചാരിക്കുക. പ്ലസ് പ്രൊഡക്റ്റ്, ആൽഫയും ബീറ്റയും ആണെങ്കിൽ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മ് 1/4 പ്രൊഡക്റ്റ് -1 ആണ്. അപ്പോൾ സമ്മ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1/4 എന്ന് എഴുതി. അതുപോലെ ആൽഫ ബീറ്റ അതിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് -1 ആണ്, -1. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ P of x എന്ന് എഴുതാം. P of x ഈക്വൽ ടു x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു x² മൈനസ്, ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ സമ്മ് തന്നിരിക്കുന്നത് 1/4 ആണ്. അപ്പോൾ 1/4 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ -1. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ ഒരു ഫ്രാക്ഷൻ കിടക്കൊണ്ട് -1/4 ആണ്. അപ്പോൾ ഇക്വേഷനെ സാധാരണ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1/4 എന്നുള്ളത് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു നമുക്ക് x² അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x² മൈനസ് 4 ഇൻറ്റു 1/4. അപ്പോൾ 4 ഇൻറ്റു 1/4 1 കിട്ടും. 1 ഇൻറ്റു എക്സ് പ്ലസ് -1 ആണ്. അപ്പോൾ അവിടെ മൈനസ് ഇട്ടു. ഇനി 4 ഇൻറ്റു -1 വേണം. അപ്പോൾ -4. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ P of x ഈക്വൽ ടു 4x² മൈനസ് എക്സ് മൈനസ് 4 എന്ന് കിട്ടും. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സം √2 പ്രൊഡക്റ്റ് 1/3 ആണ്. അപ്പോൾ ഇവിടെ സം ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു √2 ആണ്, √2. അതുപോലെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഈക്വൽ ടു 1/3 ആണ്, 1/3. അപ്പോൾ P of x ഈക്വൽ ടു x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു x² മൈനസ്, ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ സമ്മ് √2 ആണ്. അപ്പോൾ √2x പ്ലസ് പ്രോഡക്റ്റ് ആൽഫ ബീറ്റ 1/3 ആണ്. ഈക്വൽ ടു, ഇവിടെയും നമുക്ക്
സിയുടെ ടൈം കോൺസ്റ്റന്റ് ടൈം അവിടെ ഫ്രാക്ഷൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷനെ മാറ്റി എഴുതാൻ വേണ്ടി ആ ഇക്വേഷനെ ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ 3 എക്സ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു √2 എക്സ്, അപ്പോൾ 3 √2 എക്സ് പ്ലസ് 3 ഇൻറ്റു 1/3 1. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ 3x സ്ക്വയർ മൈനസ് 3 √2 എക്സ് പ്ലസ് 1. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ സം 0 ആണ്, പ്രൊഡക്റ്റ് √5 ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സമ്മ് 0 ആണ്, 0. അതുപോലെ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ഈക്വൽ ടു √5 ആണ്, √5. അപ്പോൾ വീണ്ടും കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 0x പ്ലസ് ആൽഫ ബീറ്റ √5 ആണ്, √5 ഈക്വൽ ടു, അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ ടൈം എഴുതണ്ട കാരണം 0x ആണ്, ഇതിനെ 2 ടൈമാക്കി മാറ്റി എഴുതാം. ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് √5. ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. സം 1 ആണ്, അതുപോലെ പ്രോഡക്റ്റും 1 ആണ്. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1, അതുപോലെ ആൽഫ ബീറ്റ ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ 1 ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് 1. അപ്പോൾ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് 1xനെ എക്സ് നടക്കുന്നു, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സം മൈനസ് 1/4 ആണ്, പ്രോഡക്റ്റ് 1/4. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് 1/4, അതുപോലെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഈക്വൽ ടു 1/4. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1/4 എക്സ് പ്ലസ് 1/4 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/4 എക്സ് പ്ലസ് 1/4 എന്ന് കിട്ടും. ഇക്വേഷനിൽ ഫ്രാക്ഷൻ കിടപ്പുണ്ട്, 1/4 ഉണ്ട്, കോൺസ്റ്റന്റ് ടൈമിൽ 1/4 ആണ്. അപ്പോൾ 1/4നെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിജേഴ്സ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രോബ്ലങ്ങൾ ചെയ്ത പോലെ തന്നെ ഇക്വേഷനെ ത്രൂ ഔട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 4x സ്ക്വയർ പ്ലസ് 1/4 ഇൻറ്റു 4, അതായത് 1 ഇൻറ്റു എക്സ് എന്ന് എഴുതി പ്ലസ് 1/4 ഇൻറ്റു 4, ഇവിടെ 4 കട്ടാവുന്നു, ഇവിടെയും 1 കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 4x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ സം 4 ആണ്, അതുപോലെ പ്രോഡക്റ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ സം ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സം നമുക്ക് 4 ആണ് കിട്ടിയത്, 4. അതുപോലെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു പഴയ പോലെ തന്നെ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ സം ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ 4 ആണ്, അപ്പോൾ 4 ഇൻറ്റു എക്സ് 4x പ്ലസ് ആൽഫ ബീറ്റ 1 ആണ്, 1
അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 ഇതിൽ മാറ്റം വരുത്താനൊന്നുമില്ല, ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് 2.2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 6 ക്വസ്റ്റ്യൻ അതാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ 2.1 നേരത്തെ ചെയ്തിട്ടുണ്ട്. 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 വീഡിയോ ആയിട്ട് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. 2.2 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അത് ഈ ചാപ്റ്ററിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് വരാം.